ഹലോ, അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷം? ഇപ്പൊ വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ലീവ് ഇല്ലാട്ടാ. അപ്പൊ ഞാൻ ചോറെല്ലാം ഉണ്ടാക്കി ഒരു വീഡിയോ എല്ലാം ഇങ്ങനെ എടുക്കുന്നു. അപ്പൊ ഉണ്ട് വന്നിട്ട് കോൾ അടിച്ച് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, വീഡിയോ എടുക്കുന്നല്ല. അപ്പൊ ഉണ്ട് ടൂറ് മുട്ടുന്നു നമ്മളെ വീട്ടിലേക്കാരെ. അപ്പൊ അപ്പുറം ഒരു പുതിയൊരു വീഡിയോ എടുത്തിന്, അതിന്റെ റൂം ക്ലീൻ ആക്കാന്. അപ്പൊ വെള്ളിയാഴ്ച ലീവാന്ന് പറഞ്ഞിട്ടൊന്നും നമുക്ക് നിന്നിട്ട് കാര്യമില്ല അല്ലേ. ഇപ്പൊ പൊതുവെ പണി കുറവല്ലേ. അപ്പൊ ഡ്രസ്സെല്ലാം മാറി ക്ലീൻ ആക്കാൻ പോവുകയാണ്. ഇനി ഇവിടുന്ന് ബക്കറ്റ് കാര്യങ്ങൾ എല്ലാം എടുക്കണം. അപ്പോൾ കുറച്ചങ്ങോട്ട് നടക്കണം. അപ്പോൾ ഓലോട് ഞാൻ പറഞ്ഞു ബക്കറ്റും കാര്യങ്ങളും ബ്രഷെല്ലാം എടുത്ത് ഞാൻ നടക്കൂല പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് ആക്കിത്തരാം താത്ത, ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് പോയി ക്ലീൻ ആക്കാൻ പറ്റുന്നത് ഏതോ റൂം നോക്കട്ടെ. എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയാൽ ഇൻഷാല്ലാ എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ അതാണ് പഠിച്ചറപ്പ് പോയക്കൂല പറഞ്ഞത്. കഴിഞ്ഞ മാസം മറ്റേ പണി കുറവായിരുന്നു. ഇന്നലെ പീക്ക് 2 മില്ല കിട്ടി, ഇന്നിപ്പോൾ കിട്ടി. അപ്പോൾ പഠിച്ചോ നമ്മളെ കൈവിടൂലെന്ന് വെറുതെ അല്ല പറയുന്നു. ഇൻഷാല്ലാ അപ്പൊ ഞാൻ അത് ക്ലീൻ ആക്കാൻ പോവട്ടാ. അപ്പൊ നമ്മളെ ജോലിക്കുള്ളത് ഇറങ്ങിയിട്ടാ. ബ്രഷും കാര്യമൊന്നും ഇതാ കേട്ടോ പിന്നെ അടുത്തില്ല. അപ്പൊ ഇതാ കുറച്ച് നമ്മളെ ചകിരി ബക്കറ്റ് ഈ തോർത്ത് കൊടുത്തിന് കേട്ടോ. അത് തോർത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ ടേബിള് സ്ലാബെല്ലാം തുടക്കാനും ചിലപ്പോൾ തുടക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വയ്യെങ്കിലും മടി കാണിക്കലില്ല കേട്ടോ. ഞാൻ പോകാറുണ്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ. ഏത് വില്ലയിലാണെങ്കിലും. ഇന്നലെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ചോറ് പോലും കഴിച്ചിട്ടില്ല. രാവിലെ 8 മണിക്ക് നാസ്ത കഴിച്ചതാ. എന്നിട്ട് പിന്നെ സ്ഥിരമായിട്ടുള്ള ഓളോടെ പണിയെടുത്ത് കഴിഞ്ഞ പാടും ഞങ്ങൾക്ക് ഓള് വന്നേ. അപ്പോൾ 2 റൂമുണ്ട് താത്താറിന്. അപ്പോൾ അത് പോയി നമുക്ക് ഇന്ന് എന്നുള്ള നാളെ എന്ന് പറഞ്ഞ പോലെ വേറെ ആളാക്കും. അപ്പോൾ നമുക്കത് നഷ്ടപ്പെടും. അപ്പോൾ നമ്മളെന്താ ചെയ്യുക, മടി കാണിച്ചിട്ടോ പിടിച്ചിട്ടോ ഒന്നും കാര്യമില്ല. അത് ചെയ്തു കൊടുത്താൽ നമുക്ക് 10 റുപ്യ കിട്ടും അല്ലേ. അപ്പോൾ ഇതെല്ലാണ്. അപ്പം ഞാൻ ഇനി ആ പണി ചെയ്യാൻ പോവാണ്. ഇതാണെന്ന് ഞാൻ ക്ലീൻ ആക്കാൻ വന്നട്ടോ. ഇതാള് സാധനങ്ങൾ വെച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓലോടെല്ലാം പറഞ്ഞ് പുറത്ത് എടുത്ത് വെക്കണം എന്ന് പറഞ്ഞ് ഒരു പാവങ്ങൾ ഇതാ എല്ലാം വീണ്ടും പുറത്ത് എടുത്ത് വെച്ച്. എന്താന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളതായ ബുദ്ധിമുട്ടിൽ ക്ലീൻ ആക്കാൻ പറ്റൂല. അപ്പം ഇതുപോലെ മാറ്റണമെന്ന് വെച്ചപ്പോൾ ഞാൻ പാവം തോന്നി, ഞാൻ മാറ്റണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇതാണ് ഇന്ന് ക്ലീൻ ആക്കാൻ പറ്റും. ഇന്നും ഒരിക്കൽ താമസാക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ സാധനങ്ങൾ കൊണ്ടുപോയി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കട്ടിലെല്ലാം കൊണ്ടുപോയിട്ടിന്. അപ്പോൾ ഇതാണിന്ന് ക്ലീൻ ആക്കാനുള്ള റൂം. അപ്പം ഞാൻ ക്ലീൻ ആക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച കിട്ടിയ പണിയാണിത്. കിച്ചണിൽ കുറച്ച് പണി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതെല്ലാം ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് പുതർത്തിയാലേ സംഗതി ആവുള്ളൂ. അപ്പോൾ ഓരോട് ഞാൻ സോപ്പും പൊടി വില്ലക്കാരനോട് പറഞ്ഞപ്പോൾ ഇവർ ഫാമിലിയാണ്. ഓര് പറഞ്ഞ് ഞങ്ങൾ കൊണ്ടുത്തരാന്ന്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കിച്ചന്, ബാത്റൂം. ഞാനിതാ ബക്കറ്റിൽ വെള്ളം എടുത്ത് കോറക്സ് ഒഴിക്കണം. എൻ്റെ സാധനമാണ്. ഞാനിതിപ്പോൾ ബക്കറ്റ് തിരിച്ചു ഇവിടെ ബക്കറ്റ് ഉണ്ടായപ്പോൾ വണ്ടിക്കാരനോട് പറഞ്ഞ് ഇതൊന്ന് കൊണ്ടുപോയിട്ട് വില്ലൻ്റെ പുറത്ത് ഉള്ളിൽ വെച്ചെന്ന് പറഞ്ഞാൽ കൊടുത്തു വിട്ട്. കോറക്സ് ഞാൻ കണ്ടമാനം ഒഴിക്കുന്നില്ല കേട്ടോ. എൻ്റെ പുതിയ നെയ്ക്കുക അതെന്താവും അറിയില്ല. നാട്ടിൽ നിന്ന് ഇപ്പോൾ കൊടുത്തയച്ചതാ. അപ്പം ഞാൻ നമ്മുടെ പണി തുടങ്ങട്ടെ. അപ്പം ഇതെല്ലാം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ പണി കഴിഞ്ഞിട്ട് ഞാൻ ഫുള്ള് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. അതുപോലെ സാധനം കൊടുന്ന് ഞാൻ പുറത്ത് വെക്കാൻ പറഞ്ഞു. ഉള്ളിൽ കയറ്റേണ്ട മക്കളെ എനിക്ക് ബുദ്ധിമുട്ടാവുമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിന്. നല്ല ആൾക്കാരാട്ടാ. സാധനം കൊടുന്ന് നമുക്ക് അടിക്കാനും തുടക്കാനും പിടിക്കാനും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പം ഞാൻ ക്ലീൻ ആക്കട്ടെ. പണി കിട്ടി മക്കളെ. സോപ്പും പൊടിക്ക് പോയ ആൾക്കാരെ കാണില്ല. 2 മണിക്ക് വന്നത്, ഇപ്പോൾ 2:30 ആയി. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്താന്ന് പറഞ്ഞാൽ നമ്മൾ മണിക്കൂറിനല്ലേ പൈസ വാങ്ങുന്നത്. ഞാൻ ഇപ്പോൾ കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ച് വെച്ച്. പക്ഷെ സോപ്പും പൊടിയും കോറസും കൂടി ഒഴിച്ചാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അവരോട് ഞാൻ പറഞ്ഞു വേഗം സോപ്പും പൊടി നിങ്ങൾ കൊണ്ടുത്തന്നു, എന്നിട്ട് ബാക്കിയുള്ളത് മഫും ഇല്ല, മഫ് പിന്നെ കൊണ്ടുത്തന്നാലും കുഴപ്പമില്ല. എന്നാലും ഈ ചുമരെല്ലാം പുതർത്തി ഇതെല്ലാം അടിക്കാൻ പറ്റുള്ളൂ. ആരോട് പറയാനാ. ആകെ ഒരു സമാധാനം പണിയുണ്ടല്ലോ. വെള്ളിയാഴ്ച ലീവ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മക്കളെ. നമുക്ക് പണി കിട്ടിയാലേ നമ്മളെ കടങ്ങൾ വീടുള്ളൂ, നമ്മളെ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. ഇവരെന്ത് സോപ്പും പൊടിക്ക് പോയതാണ്? ഇവരെന്താ അമേരിക്കയിൽ പോയിട്ടാ സോപ്പും പൊടി കൊണ്ടുവരുന്നത്?
എത്ര നേരമായി സോപ്പും പൊടിക്ക് പോയിട്ട്. ചോറും തിന്നിട്ടില്ല. ഇപ്പം 2:30 ഇവിടെ സമയത്രായി പറഞ്ഞുതരാം. 2:30 ഉണ്ടാവാൻ കൊടുക്കല്. അസർ വാങ്ങാൻ കൊടുക്കുന്നു 2:25. അപ്പൊ ഞാന് നന്നാക്കട്ടെ. മാസ്ക് പിന്നെ മറക്കുകയാണ് കേട്ടാ. ആരും എല്ലാം തെറ്റി ചെയ്തിട്ടില്ല. സോപ്പും പൊടി കിട്ടിട്ടാ. അപ്പൊ ഇതൊന്ന് കിച്ചൺ നന്നായിട്ടൊന്ന്, കിച്ചനെ നല്ല പണിയുള്ളൂ കേട്ടോ. അപ്പോൾ കിച്ചന് ഒന്ന് നന്നായിട്ട് ക്ലീനാക്കിയിട്ട് ഇതാക്കട്ടെ. ആദ്യം നമുക്ക് ചെയ്യുമ്പോൾ തന്നെ സോപ്പും പൊടി എല്ലാം നല്ല വലിയ റൂമാട്ടാ, ഫാമിലിയാണ്. പിന്നെ നമുക്ക് ബാത്റൂമിലും കൂടി സോപ്പും പൊടി ഒഴിക്കാം. ബാത്റൂമ് നന്നായി ഇതേപോലെ സോപ്പ് ഒഴിച്ചെടുത്തിട്ടാ. അപ്പൊ നമ്മൾ ഇവിടുത്തെ പണി കഴിയുമ്പോൾ തന്നെ ബാത്റൂം നല്ല പുറത്തുനിന്ന് വരും. കിച്ചണൊന്നും അത്ര കച്ചറില്ല കേട്ടാ. പൈപ്പെല്ലാം നല്ല വരച്ച് കഴുകുക. ചുമരാണ്, തൈരാണ് ഭയങ്കര ഇടം. എന്തായാലും ഈ നൈറ്റ് ഒന്നിനും കൊള്ളൂല കേട്ടോ. എല്ലാവരും പറയും നല്ല ഡ്രസ്സ് ഇട്ടും. ഇതാണ്, ഇതിനി വേസ്റ്റിലേക്ക് ഇടാനേ പറ്റും കുറച്ചായിട്ട്. പിന്നെ നല്ല ഉരച്ച് കേട്ടാ. പണി കിട്ടി മക്കളെ. ഒരു പറഞ്ഞ കിച്ചൻ്റെ പിന്നെ ഇത് നന്നായിട്ട് കളയണം താത്താണ്. ഇതെങ്ങനായാലും പോണില്ല. ഇവിടെ ചൂടുള്ളവും ഇല്ല. ഇതുണ്ടോ, ഇത് നമ്മൾ നെയ്യല്ലാണ്. ഇതെന്തായാലും ചൂടുവെള്ളം ഒഴിക്കണം, എന്നാലും അത് ഉരുകി പോകും. ഇവിടെ നോക്കുമ്പോൾ ചൂടുവെള്ളം ഇല്ല. കണ്ണോട് പറയണം ഇതെങ്ങനായിട്ടും പോണില്ല. ബാക്കിയല്ല അതാ ചുമരെല്ലാം ക്ലീനാക്കി. ഇനി തറ വരച്ച് കഴുകണം. കതച്ചു പോയി, വിഷമം പോയി. പിന്നെ ഇതിലൂടെ സോപ്പിട്ട് വരച്ചിട്ടാ. ഇനി മറ്റേ മഫിട്ടിട്ട് അല്ല, ഇത് വലിക്കുന്നതാണ്. നല്ല കളിയുണ്ട്. ഇത് കിച്ചണിലാക്കിയാൽ പിന്നെ ഒന്ന് തുടച്ചെടുത്താൽ മതി. ഒരുപാട് സമയമായി കിച്ചണിൽ ഇത് പോവാത്തോണ്ട് നിന്റെ ഷാളൊന്നും പറ്റൂല. നല്ല കുറച്ചായി. എന്താ ചെയ്യുക, നല്ല ഷാളായിരുന്നു. ഇപ്പോൾ ഇവിടെ മറ്റേ വെള്ളം ഒഴിച്ചിട്ട് വലിച്ചെടുത്തിട്ടാ. ഇനി മഫ് ഇടണം, എന്നാലേ കണ്ട ആ വൈഫർ ശരിയുമല്ല, അത് പൊട്ടിപ്പോയതാ. ഓല് പറഞ്ഞ് ഒന്നും കൊണ്ടുവരണ്ട. എന്നിട്ട് ഞാൻ സോപ്പും പൊടി ഒന്നും എടുക്കാതെ ഓല് സോപ്പും പൊടി കൊണ്ടുതന്ന് ഒരു സാധനം എടുക്കാതെ വന്ന് ഇനിയിപ്പോൾ ഇവിടെ ആക്കിയിട്ട് വേണം ബാത്റൂം ആകും. ഇത് ലാസ്റ്റ് തുടക്കാന്ന് വെച്ചു. സമയം ഒരുപാടായി. ആ കിച്ചണിൽ അത് പോകാൻ വേണ്ടി ഒരുപാട് കളിച്ച് മുകളെല്ലാം പൊട്ടിപ്പോയി. അപ്പോൾ ഇതും കൂടി തീർത്തിട്ട് ഫുള്ള് ക്ലീൻ ആക്കിയിട്ട് കാണിച്ചു തരാം കേട്ടാ. കഴിഞ്ഞു കേട്ടാ. ഇത് ലാസ്റ്റ് തുടക്കലാണ്. തോർത്തിട്ടിട്ട് തന്നെ വെള്ളം പോകില്ല.
പോലെ തോർത്ത് ശരിയല്ല, മഫ് ശരിയല്ല കേട്ടോ അവര് വാങ്ങിക്കൊണ്ട് തന്നെ. അപ്പൊ ഞാനെന്താ ചെയ്ത, നമ്മളവിടുന്ന് കൊടുന്ന തോർത്തുണ്ട്, അതായിട്ട് ഇങ്ങനെ ചിറ്റിയിട്ട് ചൂടുമ്പോ ചിറ്റിയിട്ട് തുറക്കുകയാണ് കേട്ടോ. ഒരു മഫ് വെള്ളം പോകാത്തൊരു മഫാണ്. ഒരു മഫ് ഇടുന്നതേ വെള്ളം പോകുന്നില്ല. എന്നിട്ട് ഇപ്പൊ ഞാൻ തോർത്തോണ്ടാണ് തുടച്ചെടുക്കുന്നത്. എന്നാലും നല്ല വെള്ളം ഉണ്ട്. ഒന്നും കൂടി പിഴിഞ്ഞിട്ട് തുടച്ചിടട്ടെ. ഇപ്പൊ നമ്മളെ കിച്ചൺ കണ്ടല്ലോ, ഫുള്ള് ക്ലീൻ ആക്കിയിട്ട് പിന്നെ ഇത് മൊത്തം തുടച്ച് ഇതിന്റെ ഫർദയാണ് കേട്ടോ. ഫർദയും ഫേസും ഫോണുമാണ് കണ്ടോ. ഫുള്ള് ക്ലീൻ ആക്കിയ സോപ്പും പൊടിയും കുറച്ചാണ്. അപ്പൊ അതാ ഇത് എൻ്റെ സാധനങ്ങളാട്ടോ. ഇതെനിക്ക് റൂമിലോട്ട് കൊണ്ടുപോകാനുള്ളതാ. ഇതാ ഫുള്ള് ക്ലീൻ ആക്കി. അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് കഴിഞ്ഞല്ലോ. അപ്പം ഇന്നത്തെ ക്ലീനിങ് ഇത്രയേ ഉള്ളൂ. അതിനെക്കാട്ടി വിറ്റാണ്. എൻ്റെ മൊബൈലിൽ പൈസ ഇല്ല, ആ വില്ലക്കാരൻ കൊണ്ടാക്കി തന്നതാണ്. വയ്യല്ല എനിക്ക് കാണിച്ചു തന്നീന്. ഇനി ഞാൻ അയാളെ വിളിച്ചാലും ഒഴിവില്ലെങ്കിൽ ഇങ്ങനെ നടന്നു പോകണം. പക്ഷെ എനിക്ക് അത്ര വണ്ടി വന്നോണ്ട് കൊടുത്തല്ല. ഇനിയിപ്പോൾ ഇങ്ങനെ നടന്നു പോകണം. മൊബൈലിലാണെങ്കിൽ പൈസ ഇല്ല വിളിക്കാൻ. അപ്പോൾ അതാണ് വിറ്റ്. വേറൊരു വിഷയം. അപ്പോൾ ഇൻഷാ അല്ലാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. ആകെ നനഞ്ഞ് പുല്ലിയായി ഇങ്ങനെ നടക്കുക. അയ്യൊന്നും അറിയില്ല. അയാൾ എന്നോട് പറഞ്ഞ് കൂട്ടാൻ വന്നില്ലെങ്കിൽ ഇതിലെ നടന്ന്. ഞാൻ എടുത്തന്നെ താമസം, പക്ഷെ എനിക്ക് അത്ര പിടുത്തമില്ല. അപ്പം അങ്ങനെ നടന്നു പോവുക. ചോറ് നിട്ടില്ല ഈ സമയമായിട്ട്. ഇനി പോവുക, നേരത്തെ വെള്ളം ഒഴിക്കുക, ചോറ് തിന്നുക. ജോലി കഴിഞ്ഞിട്ടോ. ഓരോ മഫ്, ഒരു വെള്ളം പോവാത്ത മഫും കൊണ്ട് തന്നിട്ട് അറ്റുങ്ങളങ്ങ് മുങ്ങിയും ചെയ്ത് ഞാൻ ഇടങ്ങാറായി. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിൻ്റെ സാധനങ്ങളാട്ടോ. കപ്പ്, കാര്യങ്ങൾ, അടിച്ചുവാരി, ചകിരി, കോറക്സ്, സോപ്പും പൊടി എല്ലാം ഇങ്ങനെ ഉണ്ട്. അപ്പം ഞാൻ പോട്ടെ. ഈ സ്പീഡിൽ നടക്കട്ടെ കേട്ടോ. എന്നാലും അവിടെ എത്തുള്ളൂ. അവിടെ എത്തുകയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വഴി നോക്കണ്ടേ. വഴി മനസ്സിലാവുന്നില്ലല്ലോ. ഇതിൽ ഏത് സ്ഥലമാണെന്നറിയില്ല. ഫുള്ളറിയൂടെ ചങ്ങായി ഇതിൽ തിരിഞ്ഞ് നോക്കട്ടെ. ഒരു കടകളുണ്ട്. എന്നാൽ കണ്ട എനിക്ക് മനസ്സിലാവും. മനസ്സിലായി മക്കളെ, മനസ്സിലായി. ഇവിടുന്ന് 10 റുപ്യൻ്റെ ഒരു കാർഡ് വാങ്ങട്ടെ കേട്ടോ. അപ്പം മനസ്സിലായി. അപ്പോൾ കാർഡും വാങ്ങി ഇങ്ങനെ പോവുക കേട്ടാ. ഇങ്ങനെ പോവുക. ഫുള്ള് നനഞ്ഞീന്. ഫർദയും ഷാളും ഫുള്ള് നനഞ്ഞീന്. ഇൻഷാ അല്ലാ ഇനി ഞാൻ റൂമിൽ പോയി മേത്ത് വെള്ളം ഒഴിച്ച് ഫുഡ് കഴിക്കട്ടെ കേട്ടാ. അങ്ങനെ ഇവിടെ എത്തി മക്കളെ, എത്തി. റൂം തുറക്കട്ടെ, പറയണ്ട.